ഉടമ്പടിയും പകർപ്പും എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി അവർ നമ്മുടെ മധ്യയിൽ കടന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഒരു ഉടമ്പടിയും പകർപ്പും, ദൈവവചന ധ്യാനവും ഒരു തളിക്കുന്നതും അതൊരു അംഗീകാരം, ദൈവത്തിനും മനുഷ്യർക്കും ഒരു അംഗീകാരം കൊണ്ടുവരുന്നു എന്ന് ഇവിടെ കാണും. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തിരുവചനം പ്രത്യേകമായിട്ട് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം നൽകുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള അവരുടെ ഉടമ്പടി പ്രകാരം ദൈവം മോശയെയും അഹരോനെയും അതുപോലെ തന്നെ മൂപ്പന്മാരെയും വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. അവരെ ോട് പറയുകയാണ്, നിങ്ങൾ സീനായി പർവ്വതത്തിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നു, നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുക, മോശ മാത്രം എൻ്റെ അരികിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം പറയുകയാണ്, നിങ്ങൾ യാഗം അർപ്പിക്കുക. യാഗം അർപ്പിക്കുമ്പോൾ അതിൻ്റെ രക്തമെടുത്ത് പീഠത്തിന്മേലും മറ്റുള്ള ഇടങ്ങളിലേക്കും തളിക്കണം എന്നൊക്കെയും പറഞ്ഞതിന് ശേഷം ഇവർ ഏതാനും യുവാക്കളെ കൂട്ടി യാഗം നടത്തുകയും അത് യാഗബലി ഉണ്ടാക്കി യാഗം നടത്തി അതിനുശേഷം ആ രക്തം എടുത്ത് മോശ എന്ത് ചെയ്തു, ജനത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ജനത്തിന്മേലും തളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും 24-ാമത്തെ അധ്യായത്തിൽ പുറപ്പാട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ശുദ്ധീകരണത്തിന് ആ കാലങ്ങളിൽ യാഗബലി നടത്തുന്ന ഒരനുഭവം. അതുകൊണ്ടാണ് ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് യാഗം കഴിക്കുകയും പാപപരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുകയും അതിൻ്റെ രക്തം ശേഖരിക്കുകയും അത് ജനങ്ങളിൽ മേൽ തളിക്കുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകൻ കാൽവറിയിൽ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ക്രൂശിക്കപ്പെട്ട് തൻ്റെ രക്തം ചീന്തിയ സമയത്തോടുകൂടി ഇപ്രകാരമുള്ളതായ യാഗവും യാഗബലികളൊക്കെയും കർത്താവാൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്നും വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ആയതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ടത്, രക്തം തളിക്കുക വെച്ച് ശുദ്ധീകരണം വരുത്തുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാപപരിഹാരത്തിന് ഒരു രക്തച്ചൊരിച്ചിൽ അനിവാര്യമായിരുന്നു എന്ന് ദൈവം അന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ അത് ഈ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തോടുകൂടി അത് എന്നേക്കുമായി നിന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ രക്തച്ചൊരിച്ചിലൂടെ അല്ലെങ്കിൽ രക്തം തളിക്കുന്നതിലൂടെ പാപത്തെ പാളയത്തിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ അകറ്റുന്നു. ഒരിക്കലായി കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തവുമായി അവിടെ ആ മഹാപരിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്നും നാം കാണുന്നു. അപ്പോൾ അതിന് ഒരു വലിയൊരു അംഗീകാരമാണ്. ദൈവം തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ് ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണും. നമുക്ക് ഒരു ലളിതമായ ഒരു ചോദ്യമാണ്, ഒരു സാധാരണ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും പറയും, ദൈവം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അതുമാത്രമേ എനിക്ക് അനുസരിക്കാൻ ആവത്തുള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയുന്നതാണ്. പറയുകയും വീണ്ടും 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 നമ്മളെന്താണ്, അവൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം എന്താണ് അനുസരണക്കേട് കാണിക്കുകയും അത് നമ്മൾ ഒട്ടും തന്നെ വകവെക്കാതെ നമ്മളുടെ ഇഷ്ടം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന നിലപാടിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? പുറപ്പാട് 24:3 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുക. ഇവിടെ പുറപ്പാട് 24:3 പറയുന്നത്, ദൈവം ഈ വാക്കൊക്കെയും പറഞ്ഞ സമയത്ത് ജനങ്ങൾ ചാടി വീണു പറയുകയാണ്, നമ്മൾ ഇതൊക്കെയും അനുസരിച്ച് നടന്നുകൊള്ളാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി എന്നുള്ളതായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിയമം. അപ്പോൾ അത് ലംഘിച്ചാലുള്ള ശിക്ഷാവിധിയുമുണ്ട്. എന്നാൽ ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ജനം പറയുകയാണ്, ദൈവം പറയുന്നതൊക്കെയും നമ്മൾ അനുസരിച്ച് നടന്നുകൊള്ളാം. ഇവിടെ പറയുന്ന ദൈവം പറയുന്ന സകല വചനങ്ങളും നമ്മൾ അനുസരിച്ച് നടന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. ഇനി പുറപ്പാട് 20-ാം അധ്യായം
ദൈവം ദൈവകൽപ്പനകൾ നൽകുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ദൈവം ദൈവകൽപ്പനകൾ എഴുതി മനുഷ്യന് നൽകുന്നതോടൊപ്പം, മോശയോട് നൽകുന്നതോടൊപ്പം ദൈവം ഇതിലുള്ള കാര്യങ്ങളൊക്കെയും വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ സീനായിലേക്കുള്ള ഇറങ്ങി വരവിനെക്കുറിച്ച് മോശ പ്രവാചകൻ അവിടെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. ദൈവം അഗ്നിയിൽ അവിടെ ഇറങ്ങിയാൽ തീ കൊണ്ട്, പുക കൊണ്ട് അവിടെ മുക്കിയും പുകമയമായി തീർന്നു. അതുപോലെ തന്നെ പർവ്വതത്തിൻ്റെ അടിവാരം കുലുങ്ങി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവ സാന്നിധ്യം അത്രത്തോളം ഭയങ്കരമായിരുന്നു. ഇത് കണ്ട ജനം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മോശയോട് പറയുകയാണ്, മോശെ, നീ പറയുന്നത് നമ്മൾ കേട്ടുകൊള്ളാം, നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മളോട് സംസാരിക്കരുത് എന്ന് പറയുന്നു. അതേ ജനം അതോടൊപ്പം പറയുകയാണ്, ദൈവം പറയുന്ന സകല കാര്യങ്ങളും നമ്മൾ അനുസരിച്ചു കൊള്ളാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുറപ്പാട് നമ്മൾ ഇങ്ങോട്ടും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ഇങ്ങനെ പോകുന്നതായിട്ട്. അതിന് വലിയൊരു ഉദാഹരണമാണ് ദൈവം അവിടെ ദൈവകൽപ്പനകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൽപ്പന പറയുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് ദൈവം മോശയോട് പറയുന്ന സമയത്ത് താഴെ അഹരോൻ്റെ നേതൃത്വത്തിൽ അവർ വിഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ പറയുന്നത്, ദൈവം പറയുന്നതെല്ലാം നമ്മൾ അനുസരിച്ച് കൊള്ളാം. പക്ഷേ ആ സമയത്തും മോശ വരാൻ വൈകുന്നു എന്ന് കണ്ട് അഹരോൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ദൈവം ദേഷ്യം പൂണ്ട് ഇവരെയൊക്കെ നശിപ്പിച്ച് കളയുമെന്ന് മോശയോട് പറയുന്നതായിട്ടും കാണുവാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലൊരു ഉത്തരമാണ്. ഒരു ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിത് തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഈ ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരുന്നതായിരിക്കും. ഒരു ഉടമ്പടിയും പകർപ്പും എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ന്യായപ്രമാണം അല്ലെങ്കിൽ ഉടമ്പടിയും പകർപ്പും അതിനെക്കുറിച്ചുള്ള നിയമവ്യവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വരികയാണ്. ഇവിടെ ദൈവത്തെ മുഖാമുഖമായി കാണുക, അതിനുള്ള പദം അവിടെ നൽകിയിരിക്കുന്നത് തിയോഫനി എന്നുള്ളതാണ്. അപ്പം ഗ്രീക്ക് പദം തിയോസ്, അപ്പം തിയോഫനി. അപ്പം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ മോശയോടൊപ്പം 73 മൂപ്പന്മാർ സീനായി പർവ്വതത്തിലേക്ക് ദൈവത്തെ മുഖാമുഖമായി ദർശിക്കുവാനായിട്ട് അവിടെ കടന്നു പോകുന്നു. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരമാണ്. ഈ ഒരു മുഖാമുഖമായി കാണുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തിനോടൊപ്പം, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ഏദനിൽ ആദമിനോട് അവയ്ക്ക് മാത്രമാണ് ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ കഴിഞ്ഞതായ വ്യക്തിത്വങ്ങൾ. പിന്നീടുള്ളതായ ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ള ആളുകളൊക്കെയും ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ജീവിച്ചതും പ്രവർത്തിച്ചതും. ഇവിടെ തന്നെ നമ്മൾ കാണുന്നത് മോശയും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ 10 കൽപ്പന വാങ്ങുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് പോലും ദൈവത്തെ മുഖാമുഖം ദർശിച്ചതായിട്ട് പറയുന്നില്ല. ദൈവം മോശയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് നീ വെളിപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഒരു പാറയുടെ പിളർപ്പിൽ കയറിയിരിക്കുക, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് മറയ്ക്കുമെന്ന് പറഞ്ഞു. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, മോശയ്ക്ക് പോലും ദർശിക്കുവാൻ കഴിയാത്ത ദൈവികമാകുന്ന തേജസ് മുമ്പേ നമ്മൾ കാണുകയുണ്ടായി. ഇസ്രായേൽ മക്കളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് അത് സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറമായി ദൈവം ഇനി ഞങ്ങളോട് സംസാരിക്കണ്ട എന്ന് പറയുന്നതായൊരവസ്ഥയുണ്ടായി. ദൈവത്തിൻ്റെ പാദസ്പർശം ഏറ്റപ്പോഴത്തേന് സീനായി പർവ്വതം കുലുങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ആണ് ഇവിടെ പറയുകയാണ്, 73 പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്, നിങ്ങൾ വരിക, ദൈവത്തെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, എത്രമാത്രം ഒരു ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഈ തലമുറകൾക്കൊന്നും കാണുവാൻ കഴിയാത്തതായൊരവസ്ഥ നമുക്ക് സംജാതമാകുന്നു എന്ന് പറയുമ്പോൾ അവർ വളരെ ആവേശഭരിതരാണ്. അവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയുമെന്നുള്ള ഒരു വാഞ്ചയാണ്. ആ ഒരു വലിയ ഹൃദയ നിറവോടുകൂടിയാണ് അവർ കടന്നു ചെല്ലുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. പക്ഷേ നാം തുടർന്ന് വായിക്കുമ്പോൾ അവർ പൂർണ്ണമായും ദൈവത്തെ ദർശിച്ചുവോ എന്നൊരു സംശയം വീണ്ടും ശേഷിക്കുന്നുണ്ട്. കാരണം മുഖാമുഖം കാണുവാനുള്ള ഒരവസ്ഥാവിശേഷം അപ്പോഴും ഉണ്ടായിട്ടില്ല. നാം പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും
കാത്തിരിക്കുകയും ചെയ്യുന്നത് ആ ഒരു അവസ്ഥാവിശേഷം ഭാവിയിൽ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നേരിൽ കാണുവാനും ദർശിക്കുവാനും കഴിഞ്ഞതായ ഒരു ദൈവമെന്ന് പറയുന്നത് നമ്മുടെ അരുമരക്ഷകനായ യേശു ക്രിസ്തുവാണ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ റിഫ്ലക്ഷനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് കാട്ടിത്തരുന്നതായ ഒരു വ്യക്തിത്വമായി നമ്മുടെ ഇടയിൽ ഇവിടെ പറയാൻ മോശയ്ക്ക് പോലും ദൈവത്തെ മുഖാമുഖമായി കാണുവാനായിട്ട് സാധിച്ചില്ല. മുഖാമുഖമായി കാണാം, നാം സ്വർഗത്തിൽ എത്തുമ്പോൾ ദൈവത്തെ മുഖാമുഖമായി നമുക്ക് കാണുവാൻ. ഈ അശുദ്ധിയുടെ അവസ്ഥയിൽ നാം ആ വിശുദ്ധനായ ദൈവത്തെ നമുക്ക് മുഖാമുഖമായി കാണുവാൻ സാധ്യമല്ല. ഈ നേച്ചറിൽ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ. എന്നാൽ വിശുദ്ധിയുടെ അനുഭവത്തിൽ മാത്രമേ ആ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആംഗല ഭാഷയിൽ ഒബീഡിയൻസ്, അതായത് അനുസരിക്കുക എന്നുള്ളത് നോക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കാൻ എപ്പോഴും താല്പര്യമുള്ളവനാണ്. പക്ഷേ ഈ അനുസരണ എന്നുള്ളത് അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്നു, അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇവിടെ യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, നമ്മുടെ കല്ലായുള്ള ഹൃദയം ദൈവം മാറ്റി മാംസളമായുള്ള ഹൃദയം ദൈവം നമുക്ക് നൽകും എന്ന് അവിടെ ദൈവം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മളെ ദൈവം അനുസരിക്കണം, അല്ലെങ്കിൽ അനുസരണം ആവശ്യമാണ് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോഴും നമ്മളെല്ലാവരും ഫറവോനെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കി ആ അനുസരണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, നമ്മുടെ ആ കല്ലായുള്ള ഹൃദയം മാറ്റി ദൈവം തന്നെ നമുക്ക് മാംസളമായിട്ടുള്ള ഒരു ഹൃദയം നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ശരിക്കും പുതിയ നിയമത്തിലല്ല, പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നതായിട്ടുള്ളൊരു ഭാഗമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് ദൈവം അവിടെ പറയുന്നു. അതിനുശേഷം അതിനു മുമ്പ് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവ്യമാകും. അതിനുശേഷം പറയുന്നത് ഇനി ഞാൻ അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്ന് അവിടെ പറയുന്നു. ഇത് ശരിക്കും പൗലോസ് അപ്പോസ്തലൻ യിരെമ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ എപ്പോഴും ഇസ്രായേൽ ജനം അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനവധിയായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കാം. ആ സമയത്തും ദൈവം അവരോട് പറയുന്നത് ദൈവിക കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അത് നമുക്കനുസരിച്ച് നടക്കുവാൻ സാധ്യമാണ്. പുത്രനായ ക്രിസ്തുവിന് വേണമെങ്കിൽ വന്നിട്ട് ഒരു ദിവസം വന്ന് മരിച്ച് അടക്കപ്പെട്ട് പോകാമായിരുന്നു. എന്നാൽ 33.5 വർഷക്കാലം ആ ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ജീവിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, പാപമൊഴികെ മറ്റെല്ലാത്തിലും സമനായിരുന്നു ക്രിസ്തു. അതായത് പാപം ചെയ്തിട്ടില്ല, കൽപ്പനാലംഘനം ക്രിസ്തു നടത്തിയിട്ടില്ല. നമുക്ക് കൃത്യമായിട്ടും ആ ക്രിസ്തുവിലൂടെ ദൈവകൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച് നടക്കുവാൻ സാധിക്കുമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ഇനി പുതിയ നിയമപുസ്തകത്തിൽ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവകൽപ്പനകൾ എഴുതണം, അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ ഇരുന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ഹൃദയത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതുക്കമുള്ളൊരു ജീവിതം, മാംസളമായ ഹൃദയം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും അനുസരണ ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ദൈവത്തിന് അതാണ് അനുസരിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ അനുസരിക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. അനുസരിക്കാത്ത കുഞ്ഞുങ്ങളോട് നമുക്കൊരു ഇഷ്ടക്കുറവ് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്, അനുസരണക്കേട് കാണിക്കുന്നത് അത് ദൈവത്തിന് എതിരായിട്ടുള്ളതും, നമ്മൾ അനുസരിക്കുക എന്നുള്ളത് അത് ദൈവീയ പദ്ധതിയാണ് എന്ന് നാം കാണുന്നു. ലംഘനത്താലാണ് പിശാച് അല്ലെങ്കിൽ ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. ഒരു ഉടമ്പടിയും പകർപ്പും എന്നുള്ള വേദപഠനത്തിലേക്ക്
മാന്യ പ്രേക്ഷകരേവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഒരു ഉടമ്പടിയും അതിൻ്റെയായ പകർപ്പും എന്നുള്ളതും ഒരു ദൈവീയ നിയമത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ച് വരികയാണ്. അനുസരിക്കുക എന്നുള്ളത് അത് ദൈവ വാഗ്ദത്വമാണ്. എന്നാൽ ദൈവവാഗ്ദത്വം ഉണ്ടെങ്കിൽ പോലും നാം അനുസരണക്കേടിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണുപോകുന്നു. അതിനെക്കുറിച്ച് പറയുക. അനുസരണവും അനുസരണക്കേടും തമ്മിൽ നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒന്നല്ല എന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നാം കാണുന്നത് അനുസരണക്കേട് തന്നെയാണ്. ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടൊപ്പം ആയിരുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഒരു ആബ്സൻസ് ഉണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ വന്ന സമയത്ത് തന്നെ ആദ്യ മാതാവ് തെറ്റിലേക്ക് പോകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിശാച് ശക്തിയോടുകൂടി അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. ഇതൊക്കെയും കേട്ടപ്പോഴത്തേന് ദൈവം പറഞ്ഞതിനേക്കാളും ശക്തമായിട്ടായിരിക്കാം ഇവിടെ സമ്മർദ്ദിച്ചത് എന്നുള്ളതുകൊണ്ടായിരിക്കാം മാതാവ് എന്ത് ചെയ്ത് അതിന് വശംവദയായി. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കാലത്തിൽ, ഈ കാലത്തിലേക്ക് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നോക്ക്, നമ്മളൊരു തെറ്റിനെ ന്യായീകരണങ്ങൾ കൊണ്ട് പലപ്പോഴും അതിനെ കവർ ചെയ്യുന്നതായിട്ട് കാണിക്കാൻ സാധിക്കും. തെറ്റ് എപ്പോഴും തെറ്റാണ് എന്ന് കാണിക്കപ്പെടുവാനായിട്ട് നാം എപ്പോൾ സന്നദ്ധരാകുന്നുവോ അപ്പോൾ മാത്രമേ അതിന്മേൽ നമുക്കൊരു ശിക്ഷാ നടപടി ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ. പക്ഷേ പ്രകൃതി നിയമം എന്നോണം ഇന്ന് തെറ്റ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. തെറ്റിന് വശംവദരാകുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അനുസരണക്കേടാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ദൈവികമാകുന്ന നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുക എന്നുള്ളതും ദൈവികത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നാം ഓരോരുത്തരും ആയിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അനുസരണക്കേടിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കണം, അനുസരണക്കേട് എല്ലായിടത്തും എപ്പോഴും അത് തല ഉയർത്തി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവികമാകുന്ന നിയമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരനുഭവം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം അത് ശാന്തതയും സമാധാനവും സ്നേഹവും കണ്ടെത്തുന്ന ഒരനുഭവത്തിലായി തീരുവാൻ ഇടയായിത്തീരും. ദൈവവാഗ്ദത്വം എന്നുള്ള ആ ശക്തി നമുക്കുണ്ടായിട്ട് പോലും മനുഷ്യർ പലപ്പോഴും അവിടെ അനുസരണക്കീഴിലേക്ക് വീണു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളെ സ്വാധീനിക്കുന്നതായ ശക്തി, അന്ധകാരത്തിൻ്റെ ശക്തി അധികമായി നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ നമ്മൾ ആ അനുസരണക്കീഴിലേക്ക് നമ്മൾ വീണു പോകുന്നതായി കാണുന്നു. നാം നമ്മുടെ ഹൃദയത്തെ ആർക്കാണ് തുറന്നു കൊടുക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. പുറപ്പാട് 25-ാം അധ്യായം 1 മുതൽ 9 വാക്യങ്ങളിൽ അവിടെ എന്താണ് പറയുന്നതെന്ന് വിവരിക്കാൻ പറ്റുമോ? പുറപ്പാട് 25-ന്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം മോശയ്ക്ക് ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ടി മോശ പണിയേണ്ടതായിട്ടുള്ള വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരത്തിൻ്റെ മാതൃക എങ്ങനെ ആയിരിക്കണമെന്നും ദൈവം അവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം മോശയെ വിളിക്കുന്ന സമയത്ത്, ദൈവം മുൾപ്പടർപ്പിൽ നിന്നും മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിനു മുമ്പ് ദൈവം പറഞ്ഞിരുന്നതായിട്ടുള്ള കാര്യം, അബ്രഹാമിന് വെളിപ്പെടുത്തിയതായിട്ടുള്ള കാര്യം അവിടെയും ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മിസ്രൈം ദേശത്ത് നിന്നും ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുവരണമെന്ന്. ആ സമയത്ത് ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് മിസ്രൈം ദേശത്തിൻ്റെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് ദൈവം 10 കൽപ്പനകളെ മോശയുടെ കരങ്ങളിൽ നൽകുന്ന സമയത്ത് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം കൽപ്പന അനുസരണം വിശുദ്ധീകരണത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് അവർക്ക് ലിറ്ററലി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവം സീനായ് മലയിലേക്ക് മോശയെ വിളിക്കുന്നതായിട്ടുള്ള വേളയില്ല, അല്ലെങ്കിൽ ഈ വിശുദ്ധ മന്ദിരം എങ്ങനെ പണിയണമെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വേളയിൽ ദൈവം മോശയെ മാത്രമല്ല വിളിക്കുന്നത്, പകരം അഹരോനും നാദാബും അഹീബും ചേർന്ന 74 പേർ അവിടെ പോകുന്നു. 70 ഇസ്രായേൽ മൂപ്പന്മാരും ഇവർ 4 പേരും, അങ്ങനെ 74 പേരാണ് പോകുന്നത്. എന്നാൽ ആ സമയത്ത് ദൈവം അവരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്, ജനം ഒരിക്കലും ഈ പർവ്വതത്തിൻ്റെ അടിവാരം തുടരുത്. അത് കഴിഞ്ഞ് മോശയും ഈ
73 പേരും പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഒരു പ്രത്യേക സ്ഥലം എത്തുന്ന വേളയിൽ ദൈവം ഈ 73 പേരെ അവരെ നിർത്തിയതിന് ശേഷം മോശ മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു സമാഗമന കൂടാര മാതൃക ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിൽ മാത്രമേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വരാവൂ. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ യാഗമൃഗത്തെയും കൊണ്ട് പുരോഹിതൻ്റെ അടുക്കൽ പ്രാകാരം വരെ അവർക്ക് വരാൻ സാധ്യമാവുകയുള്ളൂ. അത് തന്നെയാണ് ദൈവം മോശയെ വിളിക്കുന്ന സമയത്തും ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു മാതൃക അവിടെ ആ മലയുടെ അടിവാരം മുതൽ ദൈവ സാന്നിധ്യം നിൽക്കുന്നവരെ കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ രക്തവും കൊണ്ട് പുരോഹിതന് വരുവാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പരിശുദ്ധ സ്ഥലം വരെ മാത്രമേ വരാൻ സാധ്യമാവുകയുള്ളൂ. എന്നാൽ വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതനാണ് സകല പാപങ്ങൾക്കും വേണ്ടി പാപപരിഹാര ദിവസത്തിൽ എൻ്ററാവുന്നത്. അവിടെ നമുക്കറിയാം അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവിക സാന്നിധ്യം കൃപാസനത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെയും അതുപോലെ പ്രാകാരം വരെ അല്ലെങ്കിൽ ആ പർവ്വതത്തിലെ ജനം തുടരുതെന്ന് പറയുന്നു, പർവ്വതത്തിൻ്റെ അടിവാരത്ത്. അത് കഴിഞ്ഞ് ബാക്കി 73 വരെ ഒരു പർട്ടിക്കുലർ ഏരിയയിലാക്കുന്നു. അവിടെ നിന്ന് മോശ മാത്രമാണ് ദൈവിക സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇവിടെ സീനായ് പർവ്വതത്തിലൂടെ പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നോക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് ഈ സമാഗമന കൂടാര ശുശ്രൂഷകളും അതിനോടുള്ള അനുബന്ധമായ ശുശ്രൂഷകളെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയാൻ പറ്റുമോ? സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെ പാസ്റ്റർ ഇപ്പോൾ പ്രതിപാദിച്ചതുപോലെ തന്നെയാണ് പൊതുജനമെന്ന് പറയുന്ന ആളുകൾക്ക് ചെല്ലുവാൻ സാധിക്കുന്ന ഇടമെന്ന് പറയുന്ന ഈ പ്രാകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമെന്ന് പറയുന്നത് അവർ അന്ന് യാഗത്തിന് കൊണ്ടിരുന്ന മൃഗത്തെ ബലി കഴിക്കുന്നതായ സമയത്ത് നിന്ന് അവിടെ നിന്ന് എടുക്കുന്നതായ രക്തം പുരോഹിതനുദ്ദേശിക്കുന്ന ആ പരിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്നതായ കർട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിൽ തളിക്കുകയാണ്. അതായത് അക്യുമുലേറ്റിംഗ് ദ സിൻ, പാപം അവിടെ കൂട്ടിവെക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. ബാക്കിയുള്ളത് അതിന് തൊട്ടടുത്തുള്ളതായ ബേണ്ട് ഓഫറിങ്ങിലേക്ക് ഒഴിച്ച രക്തം കളയുന്നു. എന്നാൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് പാപപരിഹാര ദിവസത്തിൽ മാത്രമാണ് മഹാപുരോഹിതൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി വരെയും യാഗം കഴിച്ചതിന് ശേഷം എന്തു ചെയ്യും? ആ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് കാണുവാൻ സാധ്യമായി തീരും. അപ്പോൾ സമാഗമന കൂടാരം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ശുശ്രൂഷയാണ്. അവിടുത്തെ ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്ന ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു. ഓക്കെ, അവിടെ നമ്മൾ സമാഗമന കൂടാര ശുശ്രൂഷയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മഹേഷ് ചുരുക്കമായി പ്രാർത്ഥിക്കുക. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടികളോട് കൂടെ ഇരുന്ന് അവിടെ നയിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവിക കരം അടികളോട് കൂടെ ഇരിക്കണം. ഇത് അനേകായിരങ്ങൾക്ക് ഉപകാരമായി തീരുവാൻ അത് ദൈവം അങ്ങയുടെ ആത്മാവിനാൽ ഇടപെടണമെന്ന് അടിയങ്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്നു നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യ പ്രേക്ഷകരെ, അനേക ആശയങ്ങൾ ഇവിടെ സമാഗമന കൂടാര ശുശ്രൂഷയെക്കുറിച്ചും അനുബന്ധമായ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.